25 വർഷത്തെ അനുഭവങ്ങൾ പറയാൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം ഉണ്ട്. പക്ഷെ എനിക്ക് ഒന്നാമത്തെ അനുഭവം, ദൈവം മഹാനാണ്, ദൈവം ശക്തനാണ്, ദൈവം കാരുണ്യവാനാണ്, ദൈവം കൃപാലുവാണ്, ദൈവം സ്നേഹമാണ് എന്നുള്ള അനുഭവം 25 വർഷക്കാലം എനിക്ക് ദൈവം നൽകിയിട്ടുണ്ട്. രണ്ടാമതായിട്ട് എനിക്ക് തോന്നുന്നു ദൈവം എപ്പോഴും എൻ്റെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഒരു സർപ്രൈസായിട്ടാണ്. ഞാൻ വിശ്വസിക്കുന്നത് ദൈവം വിസ്മയങ്ങളുടെ ദൈവമാണെന്നാണ്. ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് സർപ്രൈസസ്. എൻ്റെ ചെറുപ്പം മുതൽ ഇന്ന് വരെ, പ്രത്യേകിച്ച് ഒരു മെത്രാൻ എന്ന നിലയിൽ, എൻ്റെ അടുക്കലേക്ക് ഓരോ കാര്യങ്ങളും ദൈവം കൊണ്ടുവന്നത് ഒരു വിസ്മയമായിട്ടാണ്. ആ ദൈവത്തിന് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഞാൻ കണ്ണൂർ മുതൽ മെത്രാനായിരുന്നു, ഇവിടെ മെത്രാനായിരുന്നു, കോഴിക്കോട്, ഇവിടെയൊക്കെ പല കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചു. അതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമായിരുന്നു. പ്രത്യേകിച്ച് കണ്ണൂരിൽ ഞങ്ങൾ തുടങ്ങുമ്പോൾ കാര്യമായിട്ടൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ പലതും നമുക്കവിടെ ചെയ്യാൻ സാധിച്ചു. അത് ദൈവത്തിൻ്റെ അനുഗ്രഹമായിരുന്നു. ദൈവം നമ്മൾ ആരെയൊക്കെ സമീപിച്ചോ അവരൊക്കെ വളരെ ഔദാര്യത്തോടു കൂടി നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫലമായിട്ട് നമുക്ക് കോളേജ്, പള്ളികൾ, സ്കൂളുകൾ, പിന്നെ ബിഷപ്സ് ഹൗസ്, കത്തീഡ്രൽ, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചു. അവിടെ പിന്നെ എനിക്ക് ദൈവാനുഗ്രഹമായിട്ടുണ്ടായിരുന്ന ഒരു ശക്തി എന്ന് പറയുന്നത് അവിടുത്തെ ഫാദർ സുക്കോളച്ചനാണ്. ഫാദർ സുക്കോൾ, അദ്ദേഹം ഇന്ന് ദൈവദാസനാണ്. അപ്പം അദ്ദേഹം എന്നെ ഒത്തിരി സഹായിക്കുമായിരുന്നു. അപ്പം അത് എൻ്റെ ജീവിതത്തിലൊരു എന്താ പറയുക വഴികാട്ടിയായിരുന്നു, ശക്തിയായിരുന്നു എന്ന് പറയാൻ പറ്റും. അതുപോലെ ഈ കോഴിക്കോട് ഇവിടുത്തെ വൈദികർ, സന്യസ്തർ, അൽമായർ എന്നോടൊപ്പം വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചവരാണ്. അവരെ ഞാൻ ഓർക്കുന്നു. അവരെയൊക്കെ പ്രയത്നപരമായിട്ട് പല നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും പ്രത്യേകിച്ച് പാവങ്ങളിലേക്കൊക്കെ ഇറങ്ങിച്ചെന്ന് കുറേ കാര്യങ്ങൾ കൂടി ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് തുടങ്ങണം. അതുപോലെ തന്നെ ഒരു എല്ലാവരും അവഗണിക്കപ്പെടുന്ന വൃദ്ധരെ സഹായിക്കാനായിട്ടൊരു ഭവനം പണിയണം. പിന്നെ നല്ലൊരു കോളേജ്, ഒന്നുകൂടി ഒരു കോളേജ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ മറ്റു ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ 25 വർഷത്തിലൂടെ ഞാൻ നല്ലവനായ ദൈവത്തിന് നന്ദി പറയുകയാണ്. അത് എല്ലാം ദൈവം തന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പരിശുദ്ധ അമ്മയെപ്പോലെ ഞാൻ പറയുന്നു, ശക്തനായവൻ എനിക്ക് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്.